ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഓറിയോ ഫ്രാപ്പിയുടെ റെസിപ്പിയുമായിട്ടാണ്. സ്റ്റാർബക്സ് സ്റ്റൈൽ ഓറിയോ ഫ്രാപ്പുച്ചിനോയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടും എങ്ങനെയാണ് സ്റ്റാർബക്സ് സ്റ്റൈൽ ഓറിയോ ഫ്രാപ്പി നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഫ്രാപ്പച്ചിനോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് തണുത്ത മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 6 പീസ് ഓറിയോ ബിസ്ക്കറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ 4 സ്കൂപ്പ് വനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 പീസ് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഓൾറെഡി ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓറിയോ ഫ്രാപ്പിയുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായി നമുക്ക് ഗ്ലാസ് ഒന്ന് അലങ്കരിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഫ്രാപ്പിയുടെ ഷേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നീട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണിത്. എന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് അതിൻ്റെ മേലെ ഒന്ന് അലങ്കരിക്കാം. പിന്നീട് ഞാനിതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചെറി വെച്ച് കൊടുക്കാം. അവസാനം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റും കൂടി വെച്ചിട്ട് നമ്മുടെ ഫ്രാപ്പി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഓറിയോ ഫ്രാപ്പച്ചിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റാർബക്സ് സ്റ്റൈൽ ഓറിയോ ഫ്രാപ്പച്ചിനോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.